കോട്ടയം ലോക്സഭാ മണ്ഡലം, എൻ്റെ വോട്ട് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലാണ്. അവിടെ തുഷാർ വെള്ളാപ്പള്ളി BDJS സ്ഥാനാർത്ഥി, അദ്ദേഹം പിന്നെ ഇവിടുന്ന് പിടിച്ച വോട്ട് എത്രയെന്നറിയോ? കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി പിടിച്ച വോട്ടിനേക്കാൾ കേവലം 9600 വോട്ട് മാത്രമേ അദ്ദേഹത്തിന് കൂടുതൽ പിടിക്കാൻ പറ്റുള്ളൂ. സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ വോട്ടെടുപ്പിന് ശേഷം പറഞ്ഞു, ഞങ്ങൾക്ക് ഈഴവ സമൂഹം എന്ന് പറയുന്നത് പിന്നെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ 4,30,000 ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ പ്രബുദ്ധമായിട്ടുള്ള ഈഴവ സമുദായം നിങ്ങൾ ഈ ചർച്ചയിൽ പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ CPM ഇതിനെ തിരിഞ്ഞോ? തെറ്റായ ഒരു നരേഷനാണ്, വ്യാജ വാർത്തകളാണ്. അതായത് BDJS എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഞാനൊരു കണക്കാണ്. ആറ്റിങ്ങലും ആലപ്പുഴയും ആലത്തൂരും പോലെയുള്ള സ്ഥലങ്ങൾ കൂടി നോക്കിയിട്ട് വേണം ഇത് പറയാൻ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അന്ധമായിട്ട് വ്യാപകമായിട്ട് ഈഴവ വോട്ടുകൾ ഈ പാർട്ടിക്കെതിരെ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളും തിരിഞ്ഞു, ഭൂരിപക്ഷവും തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഈ 1% വോട്ട് മാത്രം കുറഞ്ഞത് എങ്ങനെയാ? ആ കണക്ക് എങ്ങനെയാ? ഞാൻ വളരെ ന്യായമായ ചോദ്യം ചോദിച്ചുള്ളൂ. പരാജയത്തെ മൂടി വെക്കാനുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അടിസ്ഥാനപരമായിട്ട് ചർച്ച ചെയ്യണ്ടേ? തെറ്റ് പറ്റിയിട്ടുണ്ട്, തിരുത്തണം, അതിൽ യാതൊരു തർക്കവുമില്ല, അതിലൊരു സംശയവുമില്ല. അത് ഏറ്റുപറയാൻ തയ്യാറായിട്ടുണ്ട് ഈ പാർട്ടിയെ സംബന്ധിച്ചോളം. 2019 ശിക്ഷയ്ക്ക് തുല്യമായ ശിക്ഷയുള്ളൂടെ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ സമയം തരണം. അത് ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ദേശീയ മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാൻ സാധിച്ചിരിക്കുന്നത് എന്താണ്? മുംബൈ വെസ്റ്റ് മുംബൈ ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ 48 വോട്ടിനാണ് നമ്മുടെ ഉദ്ധവ് താക്കറെയുടെ സ്ഥാനാർത്ഥി തോറ്റുപോയത്. അതിൽ തങ്ങൾക്ക് പെശക് പറ്റിയിട്ടുണ്ട് വോട്ടെണ്ണലിൽ നിന്ന് എന്നും പറഞ്ഞുകൊണ്ട് എന്താ പറയുക, സ്വയം തെറ്റുകൾ പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു പ്രസ്ഥാനം പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ കോപ്പി എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അങ്ങനെ എവിടെയെല്ലാം അട്ടിമറികൾ നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ജനാധിപത്യത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് പോലും ശ്രമം ഉണ്ടായെന്നുള്ള ആരെങ്കിലും സംശയിച്ച് കുറ്റപ്പെടുത്താൻ പറ്റുമോ? അങ്ങനെയാണ് എന്തുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് അവർ തടഞ്ഞു വെക്കാത്തത്? ആ സ്ഥാനാർത്ഥിയെ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് എന്തുകൊണ്ടാണ് അനുവദിക്കുന്നത്? ഇത്തരം കാര്യങ്ങളല്ലേ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വെക്കേണ്ടത്? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നതിനകത്ത് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ അവധാനതക്കുറവോ മറ്റോ ഇവിടുത്തെ തോൽവിക്കും കാരണമായിട്ടുണ്ടാവും എന്നാണോ? അതോ CPMന്റെ പരാജയമൊക്കെ ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണോ? അത് ചെറിയ വിഷയമല്ലേ എന്നാണോ? അല്ലല്ല, ഞാൻ ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞത്. രാജ്യത്ത് ജനാധിപത്യം വീണ്ടെടുക്കാൻ വേണ്ടി നടന്ന ഈ വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷയ്ക്ക് പോലും ജനങ്ങൾ പ്രതികരിച്ചുവെങ്കിലും അത് ഫുൾഫിൽ ആയിട്ടില്ല എന്നുള്ള തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. അത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. എനിക്ക് CAA കുറിച്ച് കാര്യം പറയാനുണ്ട്. അതായത് വെസ്റ്റ് ബംഗാൾ അസംബ്ലിയാണ് അത് യുനാനിമസ് ആയിട്ട് ആദ്യം അതിനെതിരെ പ്രമേയം പാസ്സാക്കിയത്. രണ്ടാമത് കേരള നിയമസഭ, എൻ്റെ ഓർമ്മ ശരിയാണെന്നുള്ള രാജസ്ഥാൻ നിയമസഭ അത് പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ നിഷാദ് മനസ്സിലാക്കണം, അത് ഇടതുപക്ഷം മാത്രമല്ല അതിനു വേണ്ടിയിട്ട് കേരളത്തിൽ പ്രക്ഷോഭം ഉണ്ടാക്കിയത്. ഇന്ത്യയിലെ ക്യാമ്പസുകൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇത്രയധികം ഇളകി പറഞ്ഞ് ഒരു നിയമത്തിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ച് സ്റ്റുഡൻസ് വെളിയിലിറങ്ങിയത് ഈ CAA-ക്കെതിരെയാ. അപ്പം നിങ്ങളെങ്ങനെയാണ് അമിത മുസ്ലിം പ്രീണനമാണെന്നും ഇത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ വോട്ട് പിടിക്കാനായിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനമാണ് ഇടതുപക്ഷം നടത്തിയതെന്നും നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്? അപ്പൊ ഇന്ത്യയിലെ യുവതലമുറയായി വിദ്യാർത്ഥി സമൂഹം കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടും മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും JNU പോലെയുള്ള ഗോരഖ്പൂർ ITI പോലെയുള്ള സ്ഥലങ്ങളിൽ ദേശവ്യാപകമായിട്ട് പ്രക്ഷോഭത്തിന് ഇറങ്ങിയത് അതൊരു പക്ഷത്തെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള നമ്മുടെ ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കും. പാലസ്തീൻ വിഷയവും കേരളത്തിൽ മാത്രമല്ല, പാലസ്തീൻ വിഷയം ഇന്ന് അന്തർദേശീയ തലത്തിൽ യൂറോപ്പിലെയും US-ലെയും ആ യൂണിവേഴ്സിറ്റികളിൽ സഹിതമുള്ളിടത്ത് നിത്യേന പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് ന്യൂനപക്ഷ പ്രീണനം ചർച്ചയിൽ പങ്കെടുക്കുന്നവരൊക്കെ ഇത്തരം കാര്യങ്ങളിൽ എതിര് നിൽക്കുന്നവരാണോ? എന്നോട് അത് പറയുന്നത് എനിക്ക് ആ പൊസിഷൻ ഇല്ല കേട്ടോ, എനിക്ക് ആ പൊസിഷൻ ഇല്ല. സിറിജി ലൂക്കോസ് ലെഫ്റ്റ് ആണ് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി ഉച്ചത്തിൽ സംസാരിക്കാൻ. തെരഞ്ഞെടുപ്പുള്ളപ്പോൾ മനസ്സിലായി, തെരഞ്ഞെടുപ്പുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഈ വിഷയങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കാൻ ലെഫ്റ്റിന് കഴിയുന്നതാണ് ഞാൻ എന്റെ പോയിന്റ്. അതാണ് അത് പോട്ടെ, അതിപ്പോ എങ്ങനെ വർക്കായി എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്.